ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള നിലയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ ലൈൻ ആദ്യമേ പറയാം, ഇറാൻ തീർന്ന്. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, ഇറാനെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവാം, എന്ത് തന്നെ സംഭവിച്ചാലും ഇറാൻ തീർന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കാം. ഈ മാപ്പിൽ ലെവാസൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു സ്ഥലം. ഈ സ്ഥലം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവാസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഖമനേയി അഥവാ IRGCയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കിട്ടിയതിനെ തുടർന്ന് ഇസ്രായേൽ അങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസും ഇസ്രായേലൊക്കെ ചേർന്ന് അതായത് അമേരിക്കൻ ഇൻ്റലിജൻസും ഇസ്രായേലും എല്ലാം ചേർന്ന് ഈ ഖമനേയി എവിടെയൊക്കെ പോകുന്നോ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖമനേയി ആണെങ്കിൽ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖമനേയി ഇപ്പം റൂളിംഗ് പവറിലില്ല എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യലി പക്പോർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്കാണ് കംപ്ലീറ്റ് റൂളിംഗ് കപ്പാസിറ്റി എല്ലാം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഖമനേയി ഒരു തീരുമാനങ്ങൾ അവിടെ എടുക്കുന്ന സാഹചര്യത്തിലുമില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷനാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. കാരണം അവർ ഇപ്പോഴും ഈ ബങ്കറിനുള്ളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ, അവർ ബങ്കർ ടു ബങ്കർ മാറി മാറി താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ്. ഇപ്പോഴും മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷനാണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ മൊസാദിനെ പേടി. അതന്നെയാണ് ആദ്യത്തെ സംഭവം. ശരിക്കും ഇസ്രായേലിന്റെ മൊസാദ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, സൗത്ത് സൈഡിൽ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം ഈ സൗത്ത് സൈഡിലാണ് ഈ ബലൂചിസ്ഥാൻ ത്രൂ പാകിസ്ഥാനിലേക്ക് ഒരു എൻട്രി കിടക്കുന്നത്. അതുപോലെ തന്നെ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തകൃതിയായിട്ട് അവിടുത്തെ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം ഒമാനിലേക്ക് ഏതെങ്കിലും ആർമി മിലിറ്ററി ഏതെങ്കിലും ചോപ്പറിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഫുള്ള് മൊസാദിന്റെ നിരീക്ഷണത്തിലാണ്. എയർപോർട്ടുകളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അഥവാ എങ്ങാനും ഈ IRGC റെജീം ഈ എയർപോർട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ പൂർണ്ണ അറിവോടെ ആയിരിക്കും. അതായത് സിറിയയിലെ അസാദ് പോയില്ലേ, അതേപോലെ രക്ഷപ്പെട്ടു പൊയ്ക്കോ, അതായത് രാജ്യം വിട്ടൊഴിഞ്ഞ് പോയാൽ മതി. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മൊത്തം തകർത്ത് കളയുക, അതിലുപരിയായിട്ട് ഈ റെജീമിനെ അട്ടിമറിക്കുക, അത് പുതിയ ഭരണം കൊണ്ടുവരിക. അത് പെഹലവി എന്ന് പറഞ്ഞ് ആ ഒരു ക്രൗൺ പ്രിൻസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. അമേരിക്കയിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് പുള്ളി റെഡി ആയിട്ടിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏകദേശം ഒരു എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇറാന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓരോ മൊമെന്റും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു സൈഡിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ബാലിസ്റ്റിക് മിസൈൽ ഇതൊക്കെ വരുന്നുണ്ട്, ആശുപത്രി അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ കാഷ്വാലിറ്റീസ് ഒക്കെ നടക്കും. കാരണം ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തില് എന്താണോ ടാർഗറ്റ്, ആ ടാർഗറ്റ് സക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസ്രായേൽ കരുതിയിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രതിരോധ വകുപ്പിലെ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത്, ഏത് രീതിയിലാണ് IRGC ഭരണകൂടം, അതായത് ഈ മത തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഈ ഭരണകൂടം എങ്ങനെ തകരുന്നു എന്നുള്ളത് ഈ ലോകം കൺകൊണ്ട് കാണും, അത് കൺമുമ്പിൽ ഇസ്രായേൽ നടത്തുമെന്നാണ് ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലെവാസൻ എന്ന് പറഞ്ഞ ഈ സ്ഥലം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, അവിടെ പെസസ്കിയാന്റെ വസതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ഹെലികോപ്റ്റർ, പെസസ്കിയാൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രസിഡന്റാണ്, നിലവിലെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അവിടേക്ക് പറന്ന് എത്തി ലാൻഡ് ചെയ്തതായിട്ട് മൊസാദിന് കിട്ടിയ വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ലെവാസൻ എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ടോർണഡോസ് ആർ സ്പ്ലിറ്റിംഗ് ലെവാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലെവാസനെ കീറി മുറുക്കിയാണ്. ആ ലെവാസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖമനേയി ഉണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ടു പോയാൽ ഓക്കെ, രക്ഷപ്പെട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ആക്രമണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ഞാൻ പറയുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ 3 വഴികളാണ് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നത്. 1 റഷ്യയിലേക്ക് പോകാനുള്ള മാർഗം, 2 ഒമാനിലേക്ക് പോകാനുള്ള മാർഗം, 3 പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അതിൽ പാകിസ്ഥാന്റെ വഴി അമേരിക്ക ഇന്നലെ കൊട്ടി അടച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുടെ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പം പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഈ ഖമനേയിയെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള ചെറിയ ഡിപ്ലോമാറ്റിക് ചേഞ്ച് പാകിസ്ഥാന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ പുടിന് കൊടുത്ത പണി, പുടിൻ നെഗോസിയേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു, ഇല്ലാന്നില്ല. എല്ലാവരും പറയുന്നുണ്ടല്ലോ അമേരിക്ക ഇറങ്ങിയ റഷ്യ വരും. റഷ്യയുടെ സ്റ്റാറ്റസ് വേറെയാണ്. പുടിൻ 17-ാം തീയതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. 17-ാം തീയതി സംസാരിച്ചപ്പോഴത്തേക്കും അമേരിക്കയിൽ നിന്നും പുടിന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ, പുടിൻ തൽക്കാലം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, അതിലുപരിയായിട്ട് ഇറാന്റെ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടിയ ക്ലിയർ കട്ട് മറുപടി. മാർക്കോ റൂബിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് റഷ്യക്ക് കൈമാറിയത്. അതായത് പുടിൻ ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യം അവിടെ നോക്കൂ, നിങ്ങൾ ഇറാന്റെ സൈഡിൽ ഇറങ്ങണ്ട, ഇത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞിട്ട് ആ മറുപടിയാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടിയത്. പുടിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ്? അതായത് G7 മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. റഷ്യക്ക് ഒരു സാങ്ഷൻസ് വരാത്ത രീതിയിൽ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള റീസൺ സഹിതം പറഞ്ഞുകൊണ്ട്
ഈ G7 ടീമിനെ കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രപ്പോസൽ, റഷ്യക്കെതിരെ സാങ്ഷൻ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രപ്പോസലും $45 ഓയിലിൻ്റെ പ്രൈസ്, റഷ്യൻ ഓയിലിൻ്റെ പ്രൈസിലേക്ക് ഒരു കട്ട് ഓഫ് കൊണ്ടുവരണം എന്നുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് റഷ്യക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ കാര്യം നോക്കിയാൽ പോരെ എന്നാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് വേറെ ഒരു മാർഗവുമില്ലാണ്ട് പുടിൻ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചത് കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ അവിടെ ആക്രമണം നടത്തുന്നു, അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ അവിടെ ഉണ്ട്, അതായത് എനർജി ന്യൂക്ലിയർ പ്ലാന്റുകൾ, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന പൊതുജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിവിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ അവിടെയുണ്ട്. ആ പ്ലാന്റുകളെ നിങ്ങൾ ദയവ് ചെയ്ത് അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള റിക്വസ്റ്റ് പുടിൻ്റെ സൈഡിൽ നിന്നും ഇസ്രായേലിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറ്റാക്ക് ചെയ്യണ്ട, ഈ സിവിലിയൻ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പവർ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊന്നും തന്നെ അറ്റാക്ക് ചെയ്യണ്ട എന്നാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതിലുപരിയായിട്ട് റഷ്യ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോയിൻറ്റ് വെഞ്ചറൊക്കെ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ തച്ച് തകർക്കും, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതാണ് റഷ്യയുടെ പാർട്ടി നോക്കി ഒതുങ്ങി. യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി തന്നെ അവർക്ക് മനസ്സിലായി ഇവിടെ റെജീം ചേഞ്ച് നടക്കാൻ പോവാണ്. ഖമനേയിയെ ഓട്ടിച്ചിട്ട് പിടിക്കും, ഇല്ലെങ്കിൽ ബങ്കറിനുള്ളിൽ തന്നെ തച്ച് തകർക്കും, ഇല്ലെങ്കിൽ ഖമനേയിക്ക് രാജ്യം വിട്ടു പോകേണ്ടി വരും. ഈ 3 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മസ്റ്റാണ്. അത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന സംഗതിയാണ്. ഇത് ഏകദേശം ഉറപ്പായിരിക്കുന്ന വിഷയമാണ്. അതായത് അമേരിക്ക ആക്രമിക്കുന്നതിന് മുന്നേ ഇറാൻ നെഗോസിയേഷനുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് അവർ വെളിയിൽ പത്രമാധ്യമങ്ങളിൽ ജനങ്ങളുടെ മുന്നിലൊക്കെ ഭയങ്കര പ്രൗഡോടുകൂടി ഞങ്ങൾ ആർക്കും മുട്ടുമടക്കില്ല, ഞങ്ങൾ ആരുടെയും മുന്നിൽ ബെഗ് ചെയ്യില്ല, ഞങ്ങൾ ആരുടെയും മുന്നിൽ യാചിക്കാൻ പോവില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലും അവരെല്ലാവരും ബാക്ക് ഡോറിലൂടെ, IRGCയുടെ വലിയൊരു ടീം ബാക്ക് ഡോറിലൂടെ അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു ആക്രമണം നിർത്തി തരണം, എന്തെങ്കിലും രീതിയിൽ ഒരു ഇസ്രായേലുമായിട്ടൊരു സീസ് ഫയർ ഉണ്ടാക്കി തരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സീസ് ഫയർ ഉണ്ടാക്കണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ ഒരു ടീമിന് ട്രംപ് കൊടുത്ത മറുപടി ഞാൻ വീഡിയോ തന്നെ വെക്കാം, നിങ്ങൾ തന്നെ കേട്ടോ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ ഇല്ല, സീസ് ഫയർ പറ്റില്ല, ഇവിടെ വേണ്ടത് പെർമനന്റ് സൊല്യൂഷനാണ്. ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമഗ്രികളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കുക, നിങ്ങൾ തൽക്കാലം ഒരു ഉപാധികളും ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, എന്നിട്ട് രാജ്യം വിട്ടു പോകുക. അതാണ്. He said I was going back home to make a ceasefire. Not a ceasefire. We're long beyond ceasefire. And I said, why do you say that? Why would you say ceasefire? It's a bad term to use. Because a ceasefire means like everything's going swimmingly, we'll take a little time off. It's not. We're not looking for a ceasefire. We're looking for a total, complete victory. Again, you know what the victory is. No nuclear weapon. Mr. President. So I thought it was a very badly worded statement by him, and obviously I let him know that. ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ അമേരിക്ക എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തത്. ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇറ്റ് ഈസ് ടു ലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് താമസിച്ചു പോയി, ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല, നിങ്ങൾ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇതെല്ലാം നിർത്തി വെച്ചിട്ട് നിങ്ങൾ നാട് വിട്ടു പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയൊക്കെ ഈ സൈഡിൽ ഒതുങ്ങിയ സ്ഥിതിക്ക് ചൈന മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മുഹമ്മദ് പക്പൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും IRGCയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ അയാൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇത് ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊസാദ് 4 പേരെ മാത്രം വെറുതെ വിട്ടിരുന്നു എന്നുള്ളത്. അതിൽ 2 പേരെയൊക്കെ വീണ്ടും തട്ടിക്കളഞ്ഞു. ഇപ്പോൾ ആ വിട്ടതിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ആ 2 പേരിൽ ഒരാളാണ് ഈ മുഹമ്മദ് പക്പൂർ. ഇയാൾ വല്ല മൊസാദിന്റെ ഏജന്റ് ആണോ നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പക്പൂറാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ നിയന്ത്രിക്കുന്നത്. അവിടെ പുതിയ ഡെസിഗ്നേറ്ററീസ് ഒക്കെയാണ് ഇപ്പോൾ പൊസിഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ ഭയങ്കര ആവേശത്തിൽ, ഉജ്ജ്വല ആവേശത്തിൽ നിന്ന് മൈക്കിന്റെ മുന്നിൽ അങ്ങ് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഒരാൾ പോയാൽ 1000 പേര് വരും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. ഭയങ്കര ധൈര്യമാണ്, ഞങ്ങൾക്ക് മാട്രൈഡ് ആവാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇല്ലാതാവുന്നതിൽ ഞങ്ങൾ പ്രൗഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയും ധൈര്യശാലികൾ ഇപ്പോൾ ഒരെണ്ണം ഇല്ല, എല്ലാം ഓടി ഒളിച്ചിരിക്കുകയാണ്. IRGC മൊത്തത്തിൽ ഓടി ഒളിച്ചിരിക്കുകയാണ്. തെഹ്റാനിൽ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അടി, ഇതുവരെ നിർത്തിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ, ലാവാസൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്ത് അടിക്കുകയാണ്. ഇനി ഖമനേയിക്ക് ഏത് മാർഗവും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഇസ്രായേൽ തന്നെ ഒരുക്കി കൊടുക്കണം. അതായത് അതിന് അയാൾ പറയണം, ഞാൻ നാട് വിട്ട് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർഗ്ഗമൊക്കെ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 87 വയസ്സുള്ള ആ വ്യക്തി ഇനി എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തീരും, അത്രേ ഉള്ളൂ, അത് ഉറപ്പാണ്. കാരണം ഇറാന്റെ ഉള്ളിൽ തന്നെ ഈ IRGC റെജീമിനെതിരെ, പ്രത്യേകിച്ച് ഈ ഖമനേയിക്കെതിരെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഖമനേയിയെ തീർത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ആർപ്പ് വിളികളാണ് ഇറാന്റെ ഉള്ളിൽ രാത്രി കാലങ്ങളിൽ ഈ ഇസ്രായേലിന്റെ ബോംബ് വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ചിട്ട് ആൾക്കാർ നിലവിളിക്കുന്നത്. ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാനിയൻ റെജീമിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പെഹലവി അവിടെ വരും, അതാണ് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്.
ട്രാൻസിഷൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് തയ്യാറാകുക. ഇതാണ് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കേട്ടോ. ഈ ഇൻസ്ട്രക്ഷൻ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതൊക്കെ. ഞാൻ വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ വാർത്തയൊക്കെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇടപെടരുത് എന്ന് ഇവർ പല സ്ഥലത്തും പറയുന്നുണ്ട്. അമേരിക്ക വന്ന് ഇറാനെ ആക്രമിക്കരുത്, അറ്റാക്ക് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയാണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അപ്പോൾ അമേരിക്ക വന്ന് അറ്റാക്ക് ചെയ്യരുത്, ഇടപെടരുത് എന്നൊക്കെ നിങ്ങൾ പറയുന്നെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ റെജീം, IRGC ഭരണകൂടത്തിൻ്റെ, ഈ മതഭരണകൂടത്തിൻ്റെ എൻഡ് ഗെയിം സ്റ്റാർട്ടഡ് ഫ്രം നൗ. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.